ഡയറക്ഷൻ നല്ല സൂപ്പറാണ്. അപർണ ബാലമുരളി, രാജേഷ് ഷെട്ടിയുടെ നല്ല പ്രകടനം, അടിപൊളി പ്രകടനം. ரொம்ப സന്തോഷം. ഉണ്ടല്ലോ ഒരു ടോബിയും നമ്മൾ കണ്ടാൽ ആ ഒരു രീതി തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. സൈക്കോത്തിക് പടം ആദ്യം തന്നെ അറിയായിരുന്നു. ഇതിനുള്ള പേര് കേട്ടപ്പോൾ ഒരു സൈക്കോ മൂവിയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല, നല്ല നല്ല വർക്കാണ്. അന്ന് നന്നായിട്ട് അപർണ നല്ല രാജേഷ് ഷെട്ടിയാണ് ഫുൾ തകർത്തേക്കുന്ന ത്രില്ലറാണ്. വെരി ഗുഡ്. ഉദ്വേഗം ജനിപ്പിക്കുന്ന സീനുകളാണ്. ഓരോ സീനും കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉദ്വേഗം ഉണ്ടാകും. അങ്ങനെയുള്ള നല്ല പേർക്ക് ഷെട്ടിയൊക്കെ കലക്കിയിട്ടുണ്ട്. അപർണ ബാലമുരളി നന്നായിട്ട് നല്ല സിനിമ. രാജേഷ് ഷെട്ടി ഒക്കെ അടിപൊളിയാണ്. അപർണ ബാലമുരളി ഓരോ ക്യാരക്ടർ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ പടത്തെ പറ്റൊന്നും പറയാൻ പറ്റില്ല. സസ്പെൻസ് ആണ് പടം മൊത്തം. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പടമാണ്. സൈക്കോളജിക്കലി എന്ന് പറയാൻ പറ്റില്ല. ഒരു സസ്പെൻസ് ത്രില്ലറാണ്. പക്ഷെ ഒരു സൈക്കോ മൂഡാണ്. അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. സെക്കൻഡ് ഹാഫ് ഗംഭീരമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്. പക്ഷെ നന്നായിട്ടുണ്ട് പടം. രണ്ടുപേരും നല്ല നല്ല പടം. അതില് എന്താ പറയാ, ഒരു സർവൈവൽ ത്രില്ലർ പോലെ തോന്നി. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം ആദ്യമായിട്ടാണ് തോന്നുന്നു. പിന്നെ അപർണ ബാലമുരളി തന്നെ അവരുടെ ഒരു കരിയറിലെ ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. വളരെ സൂപ്പറായിട്ടുണ്ട്. സാറായ കാരണം, രാജേഷ് ഷെട്ടി സാറായ കാരണമാണ് അപർണയ്ക്ക് പോലും ഇത്രയും ഒരു ഇത് വന്നത്. നല്ലൊരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടുണ്ട്. എല്ലാവരും കാണണം. നമുക്ക് ഭയങ്കര ആകാംക്ഷയോടുകൂടി നമ്മൾ കണ്ടിരിക്കും. അവസാനം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. രാജ് സാറ് നല്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര ഫീൽ ആവും. നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണും. നല്ലൊരു മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലിംഗ്, റിവെഞ്ച് ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുക. കാരണം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്ടറിനെ റൈറ്ററും അദ്ദേഹം തന്നെ. എന്തായാലും സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിലോട്ട് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും. കാരണം ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്തായിട്ട് ബോഗൻവില്ല അങ്ങനെ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൂക്ഷ്മദർശിനി നല്ലൊരു മൂവിയാണ്. അതിലും നല്ലൊരു ത്രില്ലിംഗ് ഫലം. ഒരു ഏകദേശം പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം കാണുന്നതിന്റെ ഒരു മൂഡുണ്ട്. ക്യാമറ, ലൊക്കേഷൻ ഒക്കെ അടിപൊളി. ഹലോ, നമസ്കാരം. സാർ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും റെസ്പോൺസ് ഇതല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. സോ ഇവിടുത്തെ റെസ്പോൺസ് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ ഈവനിങ് വരെ കാണാം നമുക്ക് ഓഡിയൻസ് എങ്ങനെ റെസ്പോൺസ് ഉണ്ടെന്ന്. ബട്ട് വി ആർ ഹാപ്പി വിത്ത് വാട്ട് എവർ വി ഹാവ് ഡൺ ആസ് ആൻ ആക്ടർ. ലൈക്ക് ഐ കുഡ് ഗിവ് വാട്ട് ഐ കുഡ്. സോ അത് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ടറും അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ നമുക്ക് എങ്ങനെ പോകുന്നു. മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ജോണർ ത്രില്ലറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്യാനുള്ളത്. എന്തായിരുന്നു ചൂസ് ചെയ്യാൻ? അതെ, എനിക്കും പുതിയത്. പിന്നെ ഇത്ര ഒരു വലിയ ക്യാരക്ടർ അല്ലേ, ഒരു വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. പിന്നെ അത് മാത്രമല്ല, നോർമലി ഒരു ഹീറോ ഇല്ലെങ്കിൽ ഒരു വില്ലൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ഒരു കുറച്ചും കൂടി വിയേർഡ് ക്യാരക്ടറാണ്. സോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കുറവ് കണ്ടതാ. സോ അങ്ങനെ ഇറ്റ് ആക്ച്വലി അട്രാക്റ്റഡ് മീ. ഈ ക്യാരക്ടറില്ല. സോ എപ്പോഴും എനിക്ക് എഴുതിക്കാരൻ ഒരു ക്യാരക്ടർ വൈറ്റ് ഇല്ലെങ്കിൽ ബ്ലാക്കിൽ എഴുതാൻ എനിക്ക് കുറച്ചും കൂടി ബോറാവും. സോ ഈ ക്യാരക്ടറിന് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. നമ്മുടെ പോലത്തെ ക്യാരക്ടർ കുറച്ചും കൂടി അഫ്കോഴ്സ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ആക്ഷൻസ്. ബട്ട് യാ, പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ദ ഹോൾ ഇന്റൻഷൻ ഈസ് ടു ടെൽ ദാറ്റ് യു കനോട്ട് ഹേർട്ട് പീപ്പിൾ. അത് ഹീറോയിനും ശരി, ഹീറോയിനും ആക്ച്വലി അവളുടെ തെറ്റില്ലാതെ ഹേർട്ട് ആവും, ഹീറോയും അങ്ങനെ തന്നെ ഹേർട്ട് ആവും. പക്ഷെ അങ്ങനെ ചെയ്താൽ ചില ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട്, അതാണ് ഇതിന്റെ ഒരു ടോട്ടൽ മോട്ടോ. സോ മോസ്റ്റ്ലി അത് കൺവേ ചെയ്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് മാത്യുവിന്റെ. അപ്പം രണ്ടുപേർക്കും, മാത്യുവിന്റെ ക്യാരക്ടർ ആയാലും സ്വാതിയുടെ ക്യാരക്ടർ ആയാലും, അവരുടെ ട്രാവലിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ജെനുവനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആരെയും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കിയിട്ടില്ല, ആരുടെയും പക്ഷം പിടിക്കാൻ നോക്കിയിട്ടില്ല. ഒരു ഓപ്പൺ എൻഡ് ആയിട്ട് നമ്മൾ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ കാണുക, നിങ്ങൾ സംസാരിക്കുക.